പഠന മികവിൽ പുതിയ കാൽവെപ്പുമായി GHSS ശ്രീകണ്ഠപുരം. പഠന മികവിൽ പുതിയ കാൽവെപ്പുമായി GHSS ശ്രീകണ്ഠപുരം. വളർന്നുവരുന്ന പ്രായത്തിൽ കുട്ടികൾ വെർച്വൽ ലോകത്തിലെ മായക്കാഴ്ചകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചെറിയ സമയമെങ്കിലും അവരുടെ യുക്തിചിന്തകളും ക്രിയാത്മക ചിന്തകളും ഉണർത്തി ഗണിത പഠനത്തിന്റെ ആസ്വാദനതലം എങ്ങനെയെന്നത് കാണിക്കുന്നതിനും മായക്കാഴ്ചകളിൽ നിന്ന് മാറി യഥാർത്ഥ കാഴ്ച തിരിച്ചറിയുന്നതിനും കുട്ടികൾ തന്നെ സ്വയം വരച്ച് തയ്യാറാക്കിയ 600-ലധികം ജിയോമെട്രിക്കൽ ചാർട്ടുകളുടെ പ്രദർശനം വെള്ളിയാഴ്ച സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഗീത MV ഉദ്ഘാടനം ചെയ്തു. ചാർട്ടുകളുടെ നിർമ്മിതിയിലെ യുക്തിചിന്ത, ക്രിയാത്മക ചിന്ത കാണാനും കണ്ട് ആസ്വദിക്കാനും കഴിയുന്ന വിധത്തിലാണ് ഗണിതശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രദർശനം ക്രമീകരിച്ചത്. ജൂൺ മാസം മുതൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിശീലനത്തിന്റെ 1ാം ഘട്ടമാണ് ജിയോമെട്രിക്കൽ ചാർട്ട് പ്രദർശനം. നമ്മുടെ സ്കൂളിലെ 700-ലധികം കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 650ഓളം കുട്ടികൾ ഈ ഒരു പ്രോഗ്രാമിൽ, കണക്കിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജൂൺ മുതൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഒരു പരിപാടിയാണ് കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രവർത്തനം. അപ്പോൾ അത് ഇത്രയും ഭംഗിയായി, ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികൾ ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ ഈ പഠനത്തിലേക്ക് തിരിക്കുക, അല്ലെങ്കിൽ കണക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കോവിഡാനന്തര പഠന പ്രവർത്തനങ്ങൾ എപ്പോഴും അധ്യാപകർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, മൊബൈൽ അഡിക്ഷൻ ഇന്ന് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല മുതിർന്നവരിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. അപ്പം കുട്ടികളെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ക്ലാസ് മുറികളിലുള്ള പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഗണിതശാസ്ത്ര പഠനം പലപ്പോഴും വിരസമാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം, ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, എനിക്ക് തോന്നുന്നത് ഒരു ദിവസത്തിനുള്ളിൽ 400-ലധികം ജിയോമെട്രിക്കൽ ചാർട്ടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിലവർ പങ്കെടുക്കുന്ന സമയത്തും അവർ മറ്റു കുട്ടികളോട് വിസ്തരിക്കുന്ന സമയത്തൊക്കെ അവർ മനസ്സിലാക്കിയ, ക്ലാസ് മുറികളിൽ അവർ വെച്ച് മനസ്സിലാക്കിയ അവരുടെ തിയറി അവരൊരു പ്രാക്ടിക്കൽ ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.